ഹായ് മക്കളെ, ശ്രീഭാമ മിസ് ആണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നത്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഒറ്റ വീഡിയോയിൽ പഠിച്ചാലോ. സോ ഒറ്റയിലൊരു ജീവിയം അല്ലെങ്കിൽ ദ ചെയിൻ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒറ്റയടിക്ക് നമ്മൾ പഠിക്കാൻ പോവാണ്. ഫുൾ ചാപ്റ്റർ ഒരൊറ്റ വീഡിയോയിൽ. റെഡി? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വേഗം നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. മിസ് ഒരു പക്ഷിയുടെ പിക്ക് വെച്ചിട്ടുണ്ട്. ഏതാണ് ഈ പക്ഷി എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, നമ്മുടെ നീല പൊന്മാനാണ് അല്ലെങ്കിൽ പൊന്മാനാണെന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പൊ കിങ് ഫിഷറിന്റെ സ്പെഷ്യാലിറ്റി എന്താടാ? കിങ് ഫിഷർ ലീവ്സ് ഇൻ ദ ബറോ ഓൺ ദ റിവർ ബാങ്ക് അല്ലെ. നദീതീരത്തു കുളക്കരയിലുള്ള മാളങ്ങളിലാണ് പൊന്മാൻ താമസിക്കുന്നത്. അപ്പൊ സാധാരണത്തെ പോലെയല്ല, ആളിച്ചിരി സ്പെഷ്യൽ ആണ്. ആൾ എന്ത് ചെയ്യാണ്, മീൻ പിടിക്കാൻ സൗകര്യമൊക്കെ നോക്കിയിട്ട് ഈ പറഞ്ഞ പോലെ മാളങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ കുളത്തിന്റെ സൈഡിലൊക്കെയാണ് നിൽക്കുന്നത്. So they mostly choose place near water sources they can fish. അവർക്ക് ഫിഷിനെ വേണം, കാരണം അവരുടെ ഫുഡ് പൊന്മാൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, കിങ് ഫിഷർ എന്ന് പറയുമ്പോൾ തന്നെ ഫിഷിനെയാണ് പിടിക്കുന്നത് അല്ലേ. സോ ദാറ്റ്സ് വൈ ആണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഈ പോണ്ടിലും റിവറിലൊക്കെ പോയിട്ട് മീനുണ്ടോ എന്ന് നോക്കി നിൽക്കുന്നത്. അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. അപ്പൊ ഞാൻ ഇവിടെ പറഞ്ഞതില്ലേ, ഇപ്പൊ മീനിനെ പൊന്മാൻ തിന്നുന്നു. ഓക്കെ, മീൻ എന്താ തിന്നുക? മീന് ചെറിയ പ്ലാന്റുകളെ തിന്നുന്നു. അപ്പൊ പ്ലാന്റ്, ഫിഷിനെ തിന്നുന്ന കിങ് ഫിഷർ. ഇതൊരു നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം അല്ലെ. ഇങ്ങനെ ഫുഡിന് വേണ്ടിയിട്ട് അവരിങ്ങനെ കഴിക്കുന്നത് നമുക്ക് പറയാം. അതുപോലെ വേറെ ഏതൊക്കെ എക്സാമ്പിൾസ് പറയാൻ പറ്റും? പ്ലാന്റ്, സ്മോൾ ഫിഷ്, ലാർജ് ഫിഷ്. ചെറിയ മീനെ വലിയ മീന് തിന്നുന്നു, അതിനെ ക്രെയിൻ തിന്നുന്നു, കൊക്ക് തിന്നുന്നു. കണ്ടിട്ടില്ലേ? കൊക്കിനൊക്കെ പാടത്തൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേടാ. അതേപോലെ പ്ലാന്റ്, ഗ്രാസ് ഷോപ്പർ, അതിനെ ഫ്രോഗ് തിന്നുന്നു, ഫ്രോഗിനെയും ക്രെയിൻ തിന്നുന്നു. ഇനി പ്ലാന്റ്, വേം, അതിനെ ക്രോ തിന്നുന്നു അല്ലെങ്കിൽ കാക്ക തിന്നുന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഓരോന്നും ഫുഡിന് വേണ്ടി ഓരോന്നിന് തിന്നുകയാണ് അല്ലെ. ഇപ്പൊ സസ്യത്തിനെ പാവം പിടിച്ച പുഴു തിന്നുന്നു, ആ പുഴുവിനെ ആര് തിന്നുകയാണ്? ഗ്രാസ് ഷോപ്പറോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തവളയോ എന്തെങ്കിലും തിന്നുകയാണ്. ആ തവളേനെയും വേറെ സാധനം തിന്നുകയാണ്. അപ്പൊ ഇങ്ങനെ പോകുന്ന, ഇങ്ങനെ ഒരുപാട് ഫുഡിന് വേണ്ടി ആശ്രയിക്കുന്നതിനെ നമ്മൾ എന്ത് പേര് പറഞ്ഞിട്ടാ വിളിച്ചിരുന്ന മക്കളെ? ഫുഡ് വെബ് അല്ലെങ്കിൽ ആഹാര ശൃംഖല ജാലം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. പുല്ല്, പുൽച്ചാടി, തവള, തവളെ തിന്നുന്ന പാമ്പ്, പാമ്പിനെ തിന്നുന്ന കഴുകൻ. ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അതേപോലെ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് ഇല്ലേ. സോ ആഹാരത്തിനായി ജീവികൾ പരസ്പരം ആശ്രയിക്കുന്ന പരസ്പര ബന്ധത്തിനെ നമ്മൾ വിളിക്കുന്നതാണ് ആഹാര ശൃംഖല ജാലം. ലിവിംഗ് ബീങ്സ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. ദിസ് ഇന്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഫോർ ദ ഫുഡ് ഈസ് നോൺ ആസ്. അതിനെ നമ്മൾ പറയുന്നതാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. അപ്പൊ ഫുഡ് വെബ് എന്ന് പറയുന്നത് എന്താണെന്ന് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഫുഡ് മുഖ്യം ബിഗിലെ എന്ന് പറഞ്ഞ പോലെ അവർക്ക് ഫുഡ് മുഖ്യം ബിഗിലെ. അപ്പൊ അതിനു വേണ്ടി അവരെ അങ്ങോട്ടും കൂടെ തിന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള മൊത്തത്തിലുള്ള അതിനെ നമുക്ക് ഫുഡ് വെബ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാം. അപ്പൊ ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് വന്നിട്ട് നിങ്ങളോട് അതിൽ നിന്ന് ഫുഡ് വെബുകൾ ഉണ്ടാക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കുക. പ്ലാന്റ്, ഡിയർ, ടൈഗർ അല്ലെ. ആൻഡ് അതേപോലെ തന്നെ പ്ലാന്റ്, ഗ്രാസ് ഷോപ്പർ, അതിനെ തിന്നുന്ന ചെറിയതായിട്ടുള്ള പിജിയനോ അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും പ്രാവോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പക്ഷികളെ എഴുതി വെക്കാം. അതിനെ തിന്നുന്ന കുറുക്കനുണ്ട്, കുറുക്കനെ തിന്നുന്ന കഴുകനുണ്ട്. അങ്ങനെ എത്ര എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഇന്ന് എഴുതി വെക്കാടാ. അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് തന്നെ മക്കള് പഠിക്കാം. ഇനി ഞാൻ പറഞ്ഞ മീനില്ലേ, മീനിന് ആകെ എന്താ പറയാ, ഈ പറഞ്ഞ പോലെ വെള്ളം മാത്രം മതിയോ ജീവിക്കാൻ? വെള്ളം മാത്രം കിട്ടിയിട്ട് കാര്യമുണ്ടോ? പോരല്ലോ. ആ വെള്ളം നിൽക്കുന്നത് എവിടെയാ? മണ്ണിലല്ലേ. മണ്ണ് വേണ്ടേ? സൺലൈറ്റ് വേണ്ടേ? അവർക്ക് ശ്വസിക്കാൻ എയർ വേണ്ടേ? കുറേ സാധനം. അതേപോലെ പ്ലാന്റിന് സസ്യം വേണ്ടേ തിന്നാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പൊ ഒരു ചെറിയ മീനിനെ കൺസിഡർ ചെയ്താൽ മീനിന് കുറേ സാധനങ്ങൾ ആവശ്യമാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ സൺലൈറ്റ്, അക്വാട്ടിക് പ്ലാന്റ്സ്, സോയില്, ഇതൊക്കെ ആർക്ക് ആവശ്യമാണ്? നമ്മുടെ ഫിഷിന് ആവശ്യമാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി, ജീവൻ ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള സാധനങ്ങളും ഇതിൽ ഡിപ്പെൻഡബിൾ ആണ് അല്ലേ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരുപാട് എക്സാമ്പിൾസ് ജീവൻ ഉള്ളതിനും ഇല്ലാത്തതിനും നമ്മുടെ ചുറ്റും കാണാൻ പറ്റും. അപ്പൊ എനിക്ക് ജീവനില്ലേ, നിങ്ങൾക്ക് ജീവനില്ലേ? ഉണ്ട്. നമ്മൾ ലിവിങ് ബീങ്സ് ആണ്. അതേ സമയത്ത് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് ജീവനില്ല, നമ്മൾ കാണുന്ന സൺലൈറ്റിന് ജീവനില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ വായു, മണ്ണ്, ജലം, കല്ല്, സൂര്യപ്രകാശത്തിനൊന്നും ജീവനില്ല. നോൺ ലിവിങ് തിങ്സ് ആണ് എന്ന് പറയാൻ പറ്റും. എങ്കിൽ ലിവിങ് തിങ്സ് ഏതൊക്കെയാ ചോദിച്ചാൽ എന്റെ മക്കൾക്ക് പറയാലോ. പ്ലാന്റുകൾ പറയാം അല്ലെ, സസ്യങ്ങൾക്ക് ജീവനുണ്ട്. നമ്മൾ മനുഷ്യന്മാർക്ക് ജീവനുണ്ട്. മൃഗങ്ങള് ഈ പറഞ്ഞ പോലെ ചെറിയ മീന്, തവള, പാമ്പ്, കോഴി, കുറുക്കൻ, ഏത് എഴുതി വെച്ചോ, അതൊക്കെ ജീവനുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ലിവിങ് ബീങ്സിനുള്ള എക്സാമ്പിൾ ആണ്. സെറ്റ് അല്ലേ. ഇനി അടുത്ത നോക്കൂ, ഈ ഒരു മീൻ ഏതാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ആളിച്ചിരി സ്പെഷ്യലാ, പുറത്തീന്ന് കൊണ്ടുവന്നതാ. കാരണം എന്താണെന്നറിയോ? ഇവന്റെ പേരാണ് ആഫ്രിക്കൻ മുഷി. എന്താ അവന്റെ പേര്?
ആഫ്രിക്കൻ മുഷി. ആഫ്രിക്കൻ കോണ്ടിനെന്റിലെ ഭൂഖണ്ഡത്തിൽ നിന്ന് കൊണ്ടുവന്നതാ ഇവനെ. അപ്പൊ ഇവന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? അപ്പം പേരൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഗുമ്മാണെങ്കിലും നമ്മുടെ ഏതെങ്കിലും വെള്ളത്തിൽ കൊണ്ട് ഇട്ട് വിചാരിച്ചോ, എന്താ സംഭവിക്കുന്നറിയോ? നമ്മുടെ കുളത്തിലോ നമ്മുടെ പുഴയിലോ കൊണ്ട് ഇട്ടാ അതിനകത്തുള്ള മീനെ കംപ്ലീറ്റ് ആയിട്ടും ഇവന്മാരങ്ങോട്ട് തിന്നും. അപ്പൊ നമ്മുടെ നാടൻ മത്സ്യങ്ങളെ മൊത്തം ഇവന്മാർ എന്ത് ചെയ്യും? അങ്ങോട്ട് കഴിക്കും. കാരണം ഇവർക്ക് ഇഷ്ടപ്പെട്ട സാധനം അത്. അപ്പൊ അത് കഴിച്ച് വളരുമ്പോൾ ഇവന്മാർ ഇങ്ങനെ പൊരുത്ത് വലിയൊരു സാധനമായിട്ട് വരും. നമ്മുടെ പാമ്പടിച്ച മീനുകളൊക്കെ നശിച്ചു പോവുകയും ചെയ്യും. സോ നമ്മുടെ ജലാശയങ്ങളിൽ ഇതിനെ മാക്സിമം അധികം കാണാറില്ല. കാരണം ഇത് നേറ്റീവ് ഫിഷുകളെ മൊത്തം ഫീഡ് ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ പെട്ടെന്ന് തന്നെ പെറ്റ് പെരുകുകയും ചെയ്യും. ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവന്മാർ മൾട്ടിപ്ലൈ ആയിട്ട് ഗ്രോ ആവുകയും ചെയ്യും. സോ ആഫ്രിക്കൻ കാറ്റ് ഫിഷ് എന്ന് പറയുന്നത് found in African continent. They grow and multiply very quickly. പെട്ടെന്ന് തന്നെ ഗ്രോ ആൻഡ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കൊണ്ട് they are found in invasive fish in some water bodies in Kerala. But African catfish feed native fish. കണ്ടോ, നേറ്റീവ് ഫിഷിനെ അത് കഴിക്കുമെന്നുള്ള റീസൺ ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ വാട്ടർ ബോഡീസിൽ മാക്സിമം നമ്മൾ അങ്ങനെ അധികം കാണാറില്ല എന്ന് പറയാൻ പറ്റും. അത് നിങ്ങൾ ചിലപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ എടുത്ത് ചോദിക്കും, പഠിച്ചു വയ്ക്കാം. ഇപ്പൊ മിസ് പറഞ്ഞ സാധനം ഇല്ലേ, ഇപ്പൊ ഞാൻ ഫുഡ് വെബിനെ പറ്റി പറഞ്ഞില്ലേ, കുറേ സാധനങ്ങൾ കൂടി ചേർന്നിട്ട് വലിയൊരു ആഹാര ശൃംഖല ജാലമുണ്ട് എന്ന്. ഇതിനകത്തുള്ള ഒരു സെക്ഷൻ മിസ് എടുക്കാണ്. എക്സാമ്പിൾ പറഞ്ഞ പ്ലാന്റിനെ തിന്നുന്ന പുഴുവിനെ തിന്നുന്ന കോഴിയെ തിന്നുന്ന കുറുക്കൻ, അതിനെ തിന്നുന്ന കഴുകൻ. ഇതൊരു ഗ്രൂപ്പ് ആക്കാലോ നമുക്ക്. കാരണം ഇത് അവിടെ തുടങ്ങി അവിടെ ഏകദേശം അവസാനിക്കുന്ന ഒരു ഗ്രൂപ്പാ. ഇനിതാ പ്ലാന്റ്, പുൽച്ചാടിയെ തിന്നുന്ന ഗ്രാസ് ഷോപ്പറിനെ തിന്നുന്ന സ്നേക്കിനെ തിന്നുന്ന വൾച്ചർ. അതും എനിക്കൊരു ഗ്രൂപ്പ് ആക്കാലോ. അപ്പൊ അങ്ങനെയുള്ള സിംഗിൾ ഗ്രൂപ്പ് മിസ് എടുക്കുകയാണെ, ഇതാ ഈ പറഞ്ഞ പോലെ സിംഗിൾ സാധനങ്ങൾ ഞാൻ എടുക്കുകയാണെങ്കിൽ അതിന് എന്തായാലും ആഹാര ശൃംഖല ജാലം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരുപാട് സാധനങ്ങൾ കൂടി ചേർന്നാലാണ് ഫുഡ് വെബ് ആവുക. ഇവിടെ എന്താണ്, ഒരൊറ്റ സിംഗിൾ സീക്വൻസ് അല്ലെങ്കിൽ എന്താ പറയാ, ഒറ്റ ശ്രേണി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് ഞാൻ എന്താ പറയുന്നറിയോ? ഫുഡ് ചെയിൻ എന്ന് പറയും. എന്താ പറയാ? ഫുഡ് ചെയിൻ അല്ലെ. സോ എ സിംഗിൾ സീക്വൻസ് ഓഫ് ഫുഡ് റിലേഷൻഷിപ്പ് ഫ്രം ദ ഫുഡ് വെബ്. ഫുഡ് വെബിനകത്ത് തന്നെയുള്ള ഒരു ഗ്രൂപ്പിസം അല്ലെ, ഗ്രൂപ്പ് ആക്കാം നമുക്ക്. ആ ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ ഒരു മാല ഉണ്ടാക്കുകയാണെങ്കിലേ അതിൽ ഒരു മുത്താണ് ഫുഡ് ചെയിന്. റെഡി? ആ മുത്ത് കോർത്ത് നമ്മൾ മുത്തുമാല ഉണ്ടാക്കൂലേ, ആ മുത്തുമാലയാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. അത്ര മനസ്സിലാക്കിയാൽ മതി, അത്ര കാര്യമുള്ളൂ. പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്നറിയോ? എപ്പോഴും മിസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പുല്ല് ഗ്രാസ് പറഞ്ഞിട്ടല്ലേ തുടങ്ങി, അല്ലെങ്കിൽ ഏതെങ്കിലും സസ്യത്തെ പറഞ്ഞല്ലേ തുടങ്ങിയത്. എന്തുകൊണ്ടാ? ഒന്നാമത്തെ കണ്ണി അല്ലെങ്കിൽ ഫസ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, അത് പുല്ലായിരിക്കും അല്ലെങ്കിൽ ഗ്രാസ് ആയിരിക്കും കേട്ടോ, ഏതിന്റെ കേസിലും. അവസാനത്തെ കണ്ണി എന്ന് പറയുന്നത് ഇപ്പൊ ലാസ്റ്റ് ലിങ്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക വൾച്ചർ, ഫോക്സ്, സ്നേക്ക് ഒക്കെ പോലെയുള്ള മാംസാഹാരികളോ മിശ്രാഹാരികൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ സസ്യത്തെ തിന്നും അതേപോലെ മാംസത്തെ തിന്നുന്നു പറയുന്ന ആളുകളോ, മാക്സിമം പറയുകയാണെങ്കിൽ ഇതുപോലെയുള്ള ആളുകളൊക്കെ ആയിരിക്കും എന്തുണ്ടാവുക? കാർണിവോറസ് പോലെയുള്ള ആളുകളായിരിക്കും അവസാനത്തെ കണ്ണുണ്ടാവുക. ഹെർബിവോറസ് ആയിരിക്കും ഫസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കാം. എപ്പോഴും നിങ്ങൾ ആലോചിക്കുക ഗ്രാസ് ആയിരിക്കും, പുല്ലാണല്ലോ തുടക്കം, അപ്പൊ പുല്ലാണെന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാം. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഫോട്ടോസിന്തസിസ്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സസ്യങ്ങൾക്ക് ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്ന്? വേർ ഡു പ്ലാന്റ്സ് ഗെറ്റ് ദിയർ ഫുഡ് ഫ്രം? എവിടെ നിന്ന് അവർക്ക് ആഹാരം കിട്ടുക? നമുക്ക് വിശക്കുമ്പോൾ അമ്മ എന്ന് പറഞ്ഞ അമ്മയുണ്ട്, പക്ഷെ സസ്യങ്ങൾക്ക് അതില്ല. അപ്പൊ അവരെന്താ ചെയ്യുന്നതെന്നറിയോ? അവർ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാ. ഇപ്പൊ നമ്മുടെ ചുറ്റും അന്തരീക്ഷത്തില് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, നമുക്കറിയാലോ. നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജൻ, പുറത്ത് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. ആ കാർബൺ ഡൈ ഓക്സൈഡ് ഇവന്മാർക്ക് ഫോട്ടോസിന്തസിസിന് ആവശ്യമുണ്ട്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടിയേ ഷൈൻ വലിച്ചെടുത്തു. പിന്നെ വേരുണ്ടല്ലോ, മണ്ണിലുള്ള വേര്, അതിൽ നിന്ന് നേരെ ജലവും ലവണങ്ങളൊക്കെ വലിച്ചെടുത്തു. വാട്ടറും മിനറൽസും അവന്മാര് വലിച്ചെടുത്തു. റെഡി? ജലം, ലവണങ്ങൾ എന്നിവ വലിച്ചെടുത്തു. പിന്നെ പ്രകാശ സംശ്ലേഷണം, പേര് തന്നെയുണ്ട്. പ്രകാശം എവിടെ ഗൈസ്? സൂര്യപ്രകാശം ആവശ്യമാണ്, സൺലൈറ്റ് ആവശ്യമാണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആയി, സൂര്യപ്രകാശമായി, വാട്ടർ, മിനറൽസ് ആയി. ഇനി എന്താ ആവശ്യം എന്നറിയോ? ഇലകൾക്ക് പച്ച കളർ കൊടുക്കുന്ന ഒരു വർണ്ണകമുണ്ട്, അതിന്റെ പേരാണ് ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം. നമ്മൾ മോസ്റ്റ്ലി കാണുന്ന ഇലകൾക്കൊക്കെ പച്ച കളറല്ലേ, ഗ്രീൻ കളറല്ലേ? റീസൺ എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ. അപ്പൊ അതും കൂടെ ആവശ്യമാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇലകളിൽ വെച്ചിട്ട് ഫുഡ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുക, ഈ പ്രോസസ്സ്. അപ്പൊ സസ്യങ്ങൾ എപ്പോഴും ഇലകളിൽ വെച്ചിട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുക. അവരുടെ അടുക്കള എന്ന് പറയുന്നത് ഇലയാണ്, ലീഫാണ് എന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. അപ്പൊ പ്ലാന്റ്സ് മേക്ക് ഫുഡ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഫോർ ദിസ് ദേ യൂസ് എനർജി ഫോർ ദ സൺലൈറ്റ്. ദ ആക്ടിവിറ്റി ഈസ് കോൾഡ് ഫോട്ടോസിന്തസിസ്.
ഇങ്ങനെ ഇലകളിൽ വെച്ചിട്ട് സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്ന ആ പ്രോസസ് ആണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അതിൽ ക്ലോറോഫിൽ ആവശ്യമാണ്. അതേപോലെ അവർ ഇത് കഴിഞ്ഞതിന് ശേഷം പുറത്തുവിടുന്ന വാതകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അതാണ് നമ്മളൊക്കെ ജീവിച്ചിരിക്കാനുള്ള കാരണം. നമുക്ക് ശ്വസിക്കുന്ന വാതകം ഏതാടാ? നമ്മൾ ഓക്സിജൻ അല്ലേ ശ്വസിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതൊക്കെ കിട്ടുന്നത് ഈ ഫോട്ടോസിന്തസിസ് കഴിഞ്ഞിട്ട് ഒരു പുറത്ത് വിടുന്ന വാതകമാണ് ഓക്സിജൻ. സെറ്റായിട്ട് പഠിച്ചു വെക്കുക. എന്തായാലും ഫോട്ടോസിന്തസിസ് ക്വസ്റ്റ്യൻ ചോദിക്കും, പ്രകാശ സംശ്ലേഷണം ചോദിക്കും. റെഡി അല്ലേ? ഇനി ഇലയ്ക്ക് പച്ചക്കളർ കൊടുക്കുന്നത് മിസ് ഏതാന്ന് പറഞ്ഞോ? മിസ് പറഞ്ഞല്ലോ ക്ലോറോഫിൽ ആണെന്ന് പറഞ്ഞല്ലോ, ഇലകൾക്ക് നല്ല പച്ച കളർ കൊടുക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ചുവന്ന ചീര ഉണ്ടല്ലോ, അപ്പൊ ചുവന്ന ചീരയിൽ എന്താ പച്ച കളർ ഇല്ലാത്ത ചുവന്ന കളറായത്? അല്ലെങ്കിൽ ഓറഞ്ച് കളറിലുള്ള ഇല മിസ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ പറയും എനിക്കറിയാം. കാരണം എന്താണെന്നറിയോ? പലതിലും പല കളർ വരാനുള്ള കാരണം പിഗ്മെന്റുകളാണ്, വർണ്ണകങ്ങൾ എന്ന് പറയും. ഇലകൾക്കൊക്കെ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന, ഇലകൾക്ക് തണ്ടിനൊക്കെ കളർ കൊടുക്കാൻ സഹായിക്കുന്ന കുറച്ച് പിഗ്മെന്റ്സുകൾ ഉണ്ട്. അപ്പൊ ഈ പച്ച കളർ ഉള്ളത് ക്ലോറോഫിൽ ആണ് സഹായിക്കുന്നെങ്കിൽ ഈ സാന്തോഫിൽ യെല്ലോ കളർ കൊടുക്കുന്നത് സാന്തോഫിൽ ആണ്. കരോട്ടിൻ യെല്ലോയിഷ് ഓറഞ്ച്, ഇതേപോലെ യെല്ലോയും ഓറഞ്ചും കൂടി കലർന്ന നിറമാണെങ്കിൽ കരോട്ടിൻ ആണ്. ആന്തോസയാനിൻ ഇവനാണ് നമ്മുടെ ചുവന്ന ചീരയിലുള്ളവൻ, നമ്മുടെ ആന്തപ്പൻ. ആരാണ്? റെഡ് കളർ കൊടുക്കുന്ന ആളാണ് ആന്തോസയാനിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ചുവപ്പ് ആന്തോസയാനിൻ, ഓറഞ്ച് കരോട്ടിൻ, മഞ്ഞ സാന്തോഫിൽ. ഇതും ക്ലിയർ ആയിട്ട് പഠിക്കണം. ക്വസ്റ്റ്യൻ എന്തായാലും ഡെഫിനറ്റ് ആയിട്ടും ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ. ഇനി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോർഷൻ ഉണ്ട്. ഇപ്പൊ അവർ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടി നമ്മൾ പറഞ്ഞു സസ്യത്തിൽ അല്ലേ? അവർ ശ്വസിക്കുന്നുണ്ടോ നമ്മളെ പോലെ? ഉണ്ടോ? നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത് എന്താ ശ്വസിക്കുന്നുണ്ടല്ലേ? അതേപോലെ ശ്വസിക്കുന്ന ആളുകളാണ് നമ്മുടെ സസ്യങ്ങൾ അല്ലേ? അപ്പൊ സസ്യങ്ങളും റെസ്പിറേഷൻ ചെയ്യാറുണ്ട്. പക്ഷെ ഏത് വാതകമാണ് അവർ റെസ്പിറേഷൻ ചെയ്യാറ്? ഏത് വാതകമാണ് അവർ ശ്വസിക്കാറ്? ദേ പഠിച്ചോ, എപ്പോഴും ആലോചിച്ചോ. ശ്വസിക്കുന്ന സമയത്ത് അവർ ഉള്ളിലോട്ട് എടുക്കുന്നത് ഏതാണെന്നറിയോ? നമ്മുടെ ഓക്സിജൻ ആണ്. നമ്മളെ പോലെയാണ് സസ്യം എന്ന് ആലോചിക്കുക. നമ്മൾ എന്ത് ശ്വസിക്കുന്നു അത് സസ്യവും ശ്വസിക്കുന്നു. സോ നമ്മൾ ഓക്സിജൻ ശ്വസിക്കുന്നു, ഓരും ഓക്സിജൻ ശ്വസിക്കുന്നു. പുറത്ത് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. ഏത് സമയത്തടാ? പ്രകാശ സംശ്ലേഷണ സമയത്തല്ല, മറിച്ച് ശ്വസന സമയത്ത്. പ്രകാശ സംശ്ലേഷണ സമയത്താണ് മിസ് പറഞ്ഞത് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കുന്നു, എന്നിട്ട് ഓക്സിജൻ പുറത്ത് വിടുന്നു. അല്ലാത്ത സമയത്ത് ഒരു ഫുഡ് ഉണ്ടാക്കാത്ത കുറേ പരിപാടി ചെയ്യുന്ന സമയമുണ്ടല്ലോ, ഫ്രീ ആയിട്ട് രാത്രി സമയത്തൊന്നും അവർക്ക് എന്തില്ല, സൂര്യനും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ അവർ ശ്വസിക്കും നമ്മളെ പോലെ, ഓക്സിജൻ ഉള്ളിക്കെടുത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടും. സോ ഹരിത സസ്യങ്ങൾ പകൽ സമയത്ത് പ്രകാശ സംശ്ലേഷണം നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ച് ഓക്സിജൻ പുറത്തുവിടുന്നു. സിൻസ് ഫോട്ടോസിന്തസിസ് ഡസ് നോട്ട് ടേക്ക് പ്ലേസ് അറ്റ് നൈറ്റ് നടക്കില്ലല്ലോ, അപ്പൊ അവര് ഓക്സിജൻ ആണ് റിലീസ് ചെയ്യുന്നത് കേട്ടോ. ഓക്സിജൻ അവിടെ റിലീസ് ചെയ്യുന്നില്ല. അവരെന്ത് ചെയ്യുന്നു? ഓക്സിജൻ ഉള്ളിലോട്ട് അബ്സോർബ് ചെയ്തിട്ട് ടേക്കൺ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഔട്ട്സൈഡിലോട്ട് വിടുകയാണ് ചെയ്യുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിടുന്നു, ഓക്സിജൻ സ്വീകരിക്കുന്നു. അതും ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാം? പഠിക്കും. സെറ്റ് അല്ലേ? ഇനി അടുത്തത് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മരവാഴയെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിൽ വാൻഡ. എന്താ ഈ മരവാഴയുടെ സ്പെഷ്യാലിറ്റി എന്നറിയോ? ഇരിക്കാൻ ഇച്ചിരി സ്ഥലം നോക്കി നടക്കുക. ഇപ്പൊ എനിക്ക് തീരെ വയ്യ ഇരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഇച്ചിരി സ്ഥലം നോക്കി നടക്കുന്ന പോലെ മൂപ്പർക്കൊരാഗ്രഹം എന്താണെന്നറിയോ? എപ്പോഴും മറ്റ് സസ്യങ്ങളുടെ മുകളിൽ കയറി നിന്നിട്ട് സമാധാനപരമായിട്ടിരിക്കുക. അപ്പൊ ഇരിപ്പിടത്തിന് വേണ്ടി, ഷെൽട്ടറിന് വേണ്ടിയിട്ട് മറ്റ് സസ്യങ്ങളുടെ മുകളിൽ, ഇപ്പൊ വാഴയുടെ മുകളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വാഴയുടെ പ്ലാവിന്റെ മുകളിലോ കുരുമുളകിന്റെ മുകളിലോ ഏതെങ്കിലും മുകളിൽ ഇവന്മാർ ഇരിക്കും. അപ്പൊ ഇവന്മാരുടെ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? അവിടെ ആ ഒരു ചെടിയുടെ മുകളിൽ ഇരിക്കുക. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല, അതിന്റെ വേറൊന്നും വലിച്ചെടുക്കുക കാര്യങ്ങളൊന്നും മൂപ്പര് ചെയ്യില്ല. ജസ്റ്റ് ഫോർ ദ ഷെൽട്ടർ. അങ്ങനെയുള്ളതിനെ നമ്മൾ പറയും എപ്പിഫൈറ്റുകൾ. അപ്പൊ എപ്പിഫൈറ്റിനുള്ള എക്സാമ്പിൾ ആണ് മരവാഴ എന്ന് പറയുന്നത്. വാഴയ്ക്ക് എപ്പിഫൈറ്റ്, മരവാഴ എന്ന് പറയുമ്പോൾ എപ്പിഫൈറ്റ്. അപ്പൊ മരം അങ്ങനെ പഠിക്കണ്ട. മരവാഴ, വാൻഡ എപ്പി, അങ്ങനെ നിങ്ങൾ ആലോചിച്ച് വയ്ക്കാം, മറക്കാതെ തന്നെ പഠിച്ചു വയ്ക്കാം. ഇനി ലൊറാന്തസും അതുപോലെ കസ്ക്യൂട്ടി ആണെന്നുണ്ടെങ്കിൽ ഇത്തിൽക്കണ്ണി അതുപോലെ മൂടില്ലാത്ത ആളി, ഇത് രണ്ടും സ്പെഷ്യൽ കാറ്റഗറി ആണ്. ഇത്തിക്കണ്ണി എപ്പോഴും അറിയോ? നിങ്ങൾ ഈ മാവിന്റെ മുകളിലേക്ക് ഇത്തിക്കണ്ണി കണ്ടിട്ടുണ്ടാവും. പല ബ്രാഞ്ചിന്റെ മുകളിൽ ഈ കൊമ്പിന്റെ അവിടെയൊക്കെ നിൽക്കുന്നുണ്ടാവും. ആ കൊമ്പ് അതിന്റെ മുകളിലെങ്ങാനും ഇവൻ കയറി ഇരുന്നോ, ഇത്തിക്കണ്ണി ഇരുന്നോ, കൊമ്പ് നശിച്ചു. മൂടില്ലാത്താളാണെങ്കിൽ പിന്നെ പറയണ്ട, അത് കംപ്ലീറ്റ്ലി പോയി. എന്തുകൊണ്ടാണെന്നറിയോ? ഇവന്മാരൊക്കെ പരാത സസ്യം അല്ലെങ്കിൽ പാരാസൈറ്റിക് പ്ലാന്റ് ആണ്. അപ്പൊ എന്ത് ഈ പരാത സസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഊറ്റിയെടുക്കാടാ. അതിന് വേണ്ട വാട്ടറും മിനറൽസും സാധനങ്ങളും കംപ്ലീറ്റ് ഊറ്റ
ഊറ്റൽ ഫ്രണ്ട് എന്ന് പറയുന്ന പോലെ ഊറ്റിയെടുക്കുന്നവൻ, നമുക്കുണ്ടാവില്ല ഊറ്റൽ ഫ്രണ്ട്, നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മുടെ പൈസക്ക് ഊറ്റിക്കൊണ്ട് പോകുന്നവർ. അതേപോലെയാണ് ഇവിടെ ഊറ്റൽ ഫ്രണ്ട്. ഊട്ടൽ ഫ്രണ്ട് പോലെയാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ഇത്തിക്കണ്ണിയും അതുപോലെ തന്നെ നമ്മുടെ ഈ കസ്ക്യൂട്ട, ലൊറാന്തസ് പോലെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക ചെയ്യുന്നത്, ഒരു സസ്യത്തിന് മുകളിൽ കയറി നിൽക്കുകയും ചെയ്യും. അതിന്റെ ജലവും ലവണവും കാര്യങ്ങളൊക്കെ വലിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിർന്നിട്ട് സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ഒരുത്തനാണ് ഇത്തിക്കണ്ണി. അപ്പൊ ഇത്തിക്കണ്ണി പറയും, എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ എനിക്ക് വേണ്ട സാധനങ്ങൾ നിന്റെ നിന്ന് ഞാൻ ഊറ്റിയെടുക്കുന്നു. അങ്ങനെയുള്ളവരാണ് സെമി പാരാസൈറ്റ് അല്ലെങ്കിൽ അർദ്ധപരാതം എന്ന് പറയാം. സെമി എന്ന് പറയുമ്പോൾ പകുതി എന്ന് ആലോചിക്കുക അല്ലെ. നമ്മൾ സെമി ഫൈനൽ കേട്ടിട്ടില്ലേ, ഫൈനലിന്റെ മുമ്പുള്ള സ്റ്റേജ്. അതുപോലെ സെമി പറയുമ്പോൾ നിങ്ങൾ മാത്സിലൊക്കെ പഠിക്കല്ലോ ഒരു പകുതി എന്നുള്ള രീതിയിൽ. അപ്പൊ സെമി എന്ന് പറയുന്ന സമയത്ത് പകുതി അർത്ഥം എന്ന് ആലോചിക്കുക. അപ്പൊ പകുതി വലിച്ചെടുത്ത് ജലവലവണം വലിച്ചെടുത്ത് സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കും. അതാണ് പാരാസൈറ്റിക് പ്ലാന്റിലുള്ള സെമി പാരാസൈറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഇത്തിൽക്കണ്ണി ലൊറാന്തസ്. അതേ സമയത്ത് കസ്ക്യൂട്ടി ആണെങ്കിലോ ഫുൾ ഓഫ് ഊറ്റലോ ഏതിലാണോ നിന്നെ അതിനെ കംപ്ലീറ്റ് അങ്ങ് വലിച്ചെടുക്കും. അങ്ങനെയുള്ളതാണ് കസ്ക്യൂട്ട പോലെയുള്ള സാധനങ്ങൾ ടോട്ടൽ പാരാസൈറ്റ് അല്ലെങ്കിൽ പൂർണ്ണ പരാതം. കംപ്ലീറ്റ്, പൂർണ്ണം പറഞ്ഞ എന്താ, കംപ്ലീറ്റ്. അപ്പൊ കംപ്ലീറ്റ് വലിച്ചെടുത്ത നേരിട്ട് ആഹാരം വലിച്ചെടുത്തിട്ട് ജീവിക്കുന്ന ആളുകളാണ് കസ്ക്യൂട്ട, മൂടില്ലാത്താളി. രണ്ട് പ്രശ്നക്കാരാണ്. ഏതിന്റെ മുകളിൽ കയറി നിന്നു, ആ ചെടി നശിച്ച് പോയ തന്നെ എന്നിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ മക്കളെ ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനിയും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ഓണം എക്സാം വരാൻ പോവാണ്. അതിന് മുന്നോടിയായിട്ടാണ് ഒരു ഫുൾ ചാപ്റ്റർ മിസ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഡിസ്കസ് ചെയ്ത് തന്നത്. അപ്പൊ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യണ്ടേ, ക്വസ്റ്റ്യൻ പേപ്പർ വേണ്ടേ, കാര്യങ്ങൾ പഠിക്കണ്ടേ, എല്ലാം സെറ്റാക്കാൻ നമ്മുടെ പൃഥ്വി ബാച്ച് ഉണ്ടടാ. പൃഥ്വി ബാച്ചിൽ കുറേ കാര്യങ്ങളുണ്ട്. ലൈവ് ക്ലാസ്, റെക്കോർഡ് ക്ലാസ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ നമ്പർ നോട്ട് ചെയ്ത് വെച്ചോ. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. മിടുക്കറായിട്ട് ജോയിൻ ചെയ്തോളൂ. കാരണം ഇനി ലേറ്റ് ആയിട്ടില്ല, എക്സാമിന് ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ട്. അപ്പോഴേക്കും നമുക്ക് ഫുൾ ഇരുന്ന് പഠിച്ച് സെറ്റായിട്ട് പഠിക്കാം. അപ്പൊ ബാച്ചിൽ ഉണ്ടാവണം, മറക്കണ്ട. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, സീ യു.